2020 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് പോരാട്ടത്തിനിടെ മത്സരം തടസ്സപ്പെടുത്തി. ദക്ഷിണാഫ്രിക്ക 2 വിക്കറ്റിന് 15 എന്ന നിലയിൽ നിൽക്കെയാണ് മഴയെത്തിയത്. 136 റൺസാണ് ദക്ഷിണാഫ്രിക്കയുടെ വിജയലക്ഷ്യം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി അനിൽ വാസുദേവ് ഉണ്ട്. അനിൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ലിയണൽ മെസ്സിയുടെ ബർത്ത്ഡേ ആണ്. അതുമായി ബന്ധപ്പെട്ട് പാക്കേജൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പം തന്നെ ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡക്വർത്ത് ലൂയിസ് നിയമമൊക്കെ പ്രായോഗികമാകുന്ന രീതിയിലേക്ക് മഴ ഇനിയും തടസ്സപ്പെടുത്തുമോ? കളി എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ക്രിസ്റ്റീന, ഇതുവരെ മത്സരം തുടങ്ങാനായിട്ടില്ല. 2 വിക്കറ്റ് നഷ്ടത്തിൽ 15 റൺസ് എന്ന നിലയിൽ ദക്ഷിണാഫ്രിക്ക നിൽക്കുമ്പോഴാണ് ഈ മഴ എത്തിയത്. 136 റൺസാണ് ദക്ഷിണാഫ്രിക്കയുടെ വിജയലക്ഷ്യം ആയിട്ടുള്ളത്. അതായത് 5 ഓവറെങ്കിലും മത്സരം പൂർത്തിയായെങ്കിൽ മാത്രമാണ് ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം പ്രാബല്യത്തിൽ വരികയുള്ളൂ. അതുവരെയാണ് ഈ പ്രശ്നങ്ങളുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മത്സരം പുനരാരംഭിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗ്രൗണ്ട് സ്റ്റാഫ്. ഈ ഒരു ഘട്ടത്തിൽ പലപ്പോഴും ദക്ഷിണാഫ്രിക്കയ്ക്ക് വില്ലനായിട്ടുള്ളത് മഴയാണ്. അവർക്ക് ഒരു പന്തിൽ വലിയ വിജയലക്ഷ്യമൊക്കെ തന്നെ വന്നുകൊണ്ട് അവരുടെ പലപ്പോഴും ലോകകപ്പിൽ മഴ വില്ലനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇപ്പോഴുള്ള മഴ തുടർന്നാൽ ഒരുപക്ഷെ അത് ഗുണം ചെയ്യുക ദക്ഷിണാഫ്രിക്കയ്ക്കാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 5 ഓവർ പൂർത്തിയായെങ്കിൽ മാത്രമാണ് ഒരു ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം വിജയം പ്രഖ്യാപിക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ഗ്രൂപ്പ് റൗണ്ടിൽ കൂടുതൽ വിജയങ്ങൾ നേടിയ, ഒപ്പം തന്നെ സൂപ്പർ 8 ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയതിൻ്റെ പേരിൽ ദക്ഷിണാഫ്രിക്ക സെമിയിലേക്ക് മുന്നേറും എന്നുള്ളതാണ്. ഇനി മത്സരത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ 136 റൺസാണ് ദക്ഷിണാഫ്രിക്കയുടെ വിജയലക്ഷ്യം. വെസ്റ്റ് ഇൻഡീസിനെ പോലെ കരുത്തുറ്റ ടീമിനെ, അല്ലെങ്കിൽ വലിയ വെടിക്കെട്ട് പ്രകടനം നടത്തിയ ഒരു ടീമിനെ 135 റൺസിന് എറിഞ്ഞിടാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധിച്ചു. അവരെ അതിനെ സഹായിച്ചത് തബ്രേസ് ഷംസിയാണ്. 3 വിക്കറ്റാണ് തബ്രേസ് ഷംസി വീഴ്ത്തിയത്. ദക്ഷിണാഫ്രിക്ക നിരയിൽ വെസ്റ്റ് ഇൻഡീസ് നിരയിൽ റോസ്റ്റൻ ചെയ്സ ആണ് അവരെ ഈ സ്കോറിലേക്ക് ഒരു മാന്യമായ, അല്ലെങ്കിൽ ഇത്രയെങ്കിലും സ്കോറിലേക്ക് എത്തിച്ചത്. 52 റൺസായിരുന്നു റോസ്റ്റൻ ജെയ്സിൻ്റെ സംഭവം. അതുപോലെ തന്നെ 35 റൺസുമായി കെയിൽ മേയേഴ്സും പൊരുതി നോക്കി. പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട ബാറ്റർമാർക്ക് ഒന്നും തന്നെ തിളങ്ങാൻ സാധിച്ചില്ല. ഇതോടുകൂടിയാണ് 135 എന്ന സ്കോറിൽ ഒതുങ്ങിപ്പോയത്. എന്തായാലും മഴ മാറി മത്സരം പുനരാരംഭിക്കാമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു വിർച്വൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം തന്നെയാണ് ഇത്. ഈ ഗ്രൂപ്പിൽ നിന്നുള്ള ഇംഗ്ലണ്ട്, നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് സെമിയിലേക്ക് മുന്നേറി കഴിഞ്ഞു. രണ്ടാമത് സെമിയിലേക്ക് മുന്നേറുന്നത് ആര് എന്നറിയാനുള്ള ആകാംക്ഷയാണ്. മത്സരം മഴയെടുത്താൽ ഒരുപക്ഷെ ദക്ഷിണാഫ്രിക്കയ്ക്ക് അത് ഗുണകരമാകും. അല്ലെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് ആരാധകർ അല്ലെങ്കിൽ കായിക പ്രേമികൾ ആഗ്രഹിക്കുന്നത് ഒരു നല്ല മത്സരം കാണാൻ തന്നെയാണ്. എന്തായാലും മത്സരം നടക്കട്ടെ. ദക്ഷിണാഫ്രിക്ക അവരുടെ കാലക്കേടൊക്കെ മാറ്റി അടിച്ചു ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ക്രിസ്റ്റീന. ശരി അനിൽ, എന്തായാലും ഒരു മെസ്സി ഫാൻ എന്ന നിലയിൽ മെസ്സിയുടെ ബർത്ത്ഡേയെ കുറിച്ച് ഒരു വാചകം കൂടി പറയാം. വലിയ സന്തോഷം തന്നെയാണ്. മെസ്സി ഒരുപക്ഷെ മെസ്സിയും അല്ലെങ്കിൽ മെസ്സിയുടെ ആരാധകരായ ഞാനടക്കമുള്ള പല ആളുകളും ഒരു സന്തോഷത്തോടെ ആശ്വാസത്തോടെ കാണുന്ന ഒരു കാലഘട്ടമായിരിക്കും മെസ്സിയുടെ കളികളൊക്കെ തന്നെ. കാരണം മുമ്പൊക്കെ തന്നെ മെസ്സിയുടെ മത്സരങ്ങൾ വരുമ്പോൾ ചങ്കിടിപ്പോടെ അല്ലാതെ കാണാൻ പറ്റില്ല. കാരണം മെസ്സിക്ക് ലോക കിരീടമില്ല, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു കിരീടമില്ല എന്ന തരത്തിലൊക്കെ സങ്കടപ്പെട്ടുകൊണ്ടായിരുന്നു ഓരോ കളി കാണുന്നത്. പക്ഷേ മെസ്സി ലോകകപ്പ് നേടിയതോടുകൂടി നമ്മൾ ആ ഒരു ആശ്വാസത്തിലാണ്. അല്ലെങ്കിൽ മെസ്സി തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ട് കളിക്കുന്നതാണ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ കണ്ടത്. മെസ്സി ഇനി അടുത്ത ലോകകപ്പിൽ ഉണ്ടാകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാത്തിരിക്കാം, മെസ്സി അതിലും കളിക്കുമെന്ന്. എന്തായാലും ലിയോയ്ക്ക് എൻ്റെയും പിറന്നാൾ ആശംസകൾ. എന്തായാലും നന്നായി. താങ്ക് യു അനിൽ വാസുദേവ്.